പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു നിമിഷം ക്ഷമിച്ചാൽ തീരാവുന്ന പ്രതികാര ചിന്ത. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിസ്സാര കാരണങ്ങൾ പോലും കൊലപാതകങ്ങളിലും ക്രൂരമായ ആക്രമണങ്ങളിലും കലാശിക്കുന്ന കാഴ്ച. വീടുകൾക്കുള്ളിലും തെരുവുകളിലും ചോര വീഴുന്നു, നിലവിളി ശബ്ദം മുഴങ്ങുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ വാക്കുതർക്കം കത്തിക്കുത്തിലും ഒരു വ്യാപാരിയുടെ കൊലപാതകത്തിലുമാണ് കലാശിച്ചത്. ഇവിടെ അവശേഷിക്കുന്നത് ഒരു കുടുംബത്തിന്റെ നിലവിളിയും മാതാപിതാക്കളുടെ കണ്ണീരും മക്കളുടെ അനാഥത്വവുമാണ്. കേരളം അക്രമികളുടെ നാടായി മാറുകയാണോ? നിസ്സാര പ്രശ്നങ്ങൾ പോലും കൊലപാതകത്തിൽ കലാശിക്കുന്ന ഈ അപകടകരമായ പ്രവണത എങ്ങനെ തടയാൻ കഴിയും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സമാധാനപരമായി പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും അതിന് ശ്രമിക്കാതെ സംഘർഷമുണ്ടാക്കുന്നവരുണ്ട്. പലപ്പോഴും ഇത് വലിയ ദുരന്തങ്ങളിലാകും കലാശിക്കുക. കോഴിക്കോട് നഗരമധ്യത്തിലെ മിഠായി തെരുവിൽ വാക്കുതർക്കത്തിനിടെ ഉണ്ടായ കത്തിക്കുത്തിലാണ് വ്യാപാരിയായ യുവാവ് കൊല്ലപ്പെട്ടത്. നടുവട്ടം സ്വദേശിയും മിഠായി തെരുവിലെ വ്യാപാരിയുമായ ആദിൽ റോഷനാണ് മരിച്ചത്. സംഭവത്തിൽ കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണമിടപാടിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വെള്ളിയാഴ്ച രാത്രി വൈകി മാവൂർ റോഡ് ജംഗ്ഷനിലായിരുന്നു സംഭവം. മിഠായി തെരുവിലെ വ്യാപാരിയായ നടുവട്ടം സ്വദേശി ആദിൽ റോഷനും കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതിമാരുമായി രൂക്ഷമായ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. തർക്കം മൂർച്ഛിക്കുന്നതിനിടെയാണ് ആദിലിന് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ആദിലിനെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉടനടി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. അക്രമത്തിന് ശേഷം സംഭവസ്ഥലത്തു നിന്ന് ഓട്ടോയിൽ രക്ഷപ്പെട്ട ദമ്പതിമാരെ പോലീസ് മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായ നജീബ്, ഭാര്യ നൌഷിദ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ഇരുവരും മൊഴി നൽകി. ആദിലാണ് ആദ്യം കുത്താൻ ശ്രമിച്ചതെന്നും അത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ ആദിലിന് തന്നെ കുത്തേറ്റുവെന്നുമാണ് പ്രതികളുടെ വാദം. എന്നാൽ പ്രതികളുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ചവനാണെങ്കിലും കൊടും കുറ്റവാളിയാണെങ്കിലും അവന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നറിയാമോ? അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പിന്നീട് അതിൽ നിന്ന് വിട്ടുനിന്നാലും എതിരാളികൾ അവരെ വെറുതെ വിടണമെന്നില്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ തമിഴ്നാട് മാർത്താണ്ഡത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചെങ്കവിള സ്വദേശി അതുലാണ് മരിച്ചത്. മാർത്താണ്ഡം കണ്ണക്കോടാറ്റിലാണ് അതുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് നിഗമനമെന്നും അന്വേഷണം തുടരുകയാണെന്നും തമിഴ്നാട് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷമായി അതുൽ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മാർത്താണ്ഡത്തിന് സമീപം കണ്ണക്കോടാറ്റിലാണ് ചെങ്കവിള വെളിയങ്കോട്ടുകോണം സ്വദേശി അതുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം വരും. കൊലപ്പെടുത്തിയ ശേഷം ആറ്റിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം കണ്ടെത്തിയ കണ്ണക്കോട് നിന്ന് 4 കിലോമീറ്റർ അകലെ ചിതറാലിന് സമീപം അതുൽ ഉപയോഗിച്ചിരുന്ന ഓൾട്ടോ കാർ കണ്ടെത്തി. നമ്പർ പ്ലേറ്റുകളില്ലാതെ ചില്ലുകൾ തകർത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടെത്തിയത്. അതുൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പൊടിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം അതുലിന്റെ പേരിൽ 8 കേസുകൾ നിലവിലുണ്ടായിരുന്നു. അതുലിനെ 1 വർഷത്തേക്ക് പൊടിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കോടതി വിലക്കിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് ഈ നിരോധന കാലാവധി അവസാനിച്ചത്. ഇക്കഴിഞ്ഞ 27 വൈകിട്ടാണ് അതുൽ ചെങ്കവിളയിലെ വീട്ടിൽ നിന്ന് പോകുന്നത്.
കുഴിത്തുറയിലെ സുഹൃത്തിന്റെ കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിന് പങ്കെടുക്കുന്നതിനായി പോകുന്നുവെന്ന് പറഞ്ഞാണ് അതുൽ കാറിൽ യാത്ര തിരിച്ചത്. 28-ന് നൂലുകെട്ട് ചടങ്ങിൽ അതുൽ പങ്കെടുത്തതായി തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുത്തവരോടൊപ്പം അതുൽ ബാറിൽ പോയി മദ്യപിച്ചതായും പോലീസ് പറയുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി പളുകളിൽ താമസിക്കുകയായിരുന്ന അതുൽ നാഗർകോവിൽ കേന്ദ്രമായുള്ള തമിഴ്നാട് ശിവസേന എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നാണ് വിവരം. നാഗർകോവിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മാർത്താണ്ഡം. കേരളം കണ്ട ഏറ്റവും കുപ്രസിദ്ധരായ വനിതാ കുറ്റവാളികളിൽ ഒരാൾ. കൂടത്തായി കൊലപാതക പരമ്പരയിലെ പ്രതി ജോളിയെ അങ്ങനെ മലയാളിക്ക് മറക്കാൻ പറ്റുമോ? 6 പേരെ വകവരുത്തിയെന്ന കേസിൽ വിചാരണയ്ക്ക് ഹാജരാകുമ്പോഴും ജോളിക്ക് യാതൊരു കൂസലുമില്ല. ജോളിയുടെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഒരു സിനിമാ താരത്തെ പോലെ ജീൻസും ബനിയനുമൊക്കെ ധരിച്ചാണ് അവർ കോടതിയിലെത്തിയത്. കൊലപാതക പരമ്പരയിലെ അന്നമ്മ തോമസ് കേസിൽ ജോളിയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും. ആദ്യ കേസായ റോയ് തോമസ് വധക്കേസിലെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ റോയ് തോമസ് വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 130-ലധികം സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 134-ാം സാക്ഷിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായ മുൻ ഡിവൈഎസ്പി ആർ ഹരിദാസിനെ വിസ്തരിക്കുന്നത് തുടരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കോടതിയിൽ ഹാജരായില്ല. തുടർന്ന് ഇദ്ദേഹത്തിന്റെ സാക്ഷി വിസ്താരം ഓഗസ്റ്റ് 13-ലേക്ക് മാറ്റി. ഹരിദാസിന്റെ സാക്ഷ്യവിസ്താരം പൂർത്തിയാകുന്നതോടെ റോയ് തോമസ് കേസിൽ വിചാരണ പൂർണ്ണമാകും. കൊലപാതക പരമ്പരയിലെ ആദ്യ ഇരയായ പൊന്നാമറ്റത്തെ അന്നമ്മ തോമസ് കേസിൽ കോടതി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. മാറാട് പ്രത്യേക കോടതി ജഡ്ജിയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. നായയെ കൊല്ലുന്ന വിഷം നൽകി അന്നമ്മയെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. എന്നാൽ പ്രതിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഈ കേസിൽ ജോളിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പരമ്പരയിലെ മറ്റൊരു പ്രധാന കേസായ സിലി വധക്കേസിൽ ജോളി നൽകിയ വിടുതൽ ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി ഈ മാസം 17-ലേക്ക് മാറ്റി. മഷ്റൂം ഗുളികയിലും വെള്ളത്തിലും സയനൈഡ് കലർത്തി നൽകി സിലിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജോളിയുടെ 2ാം ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യയായിരുന്നു സിലി. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം 2019-ലാണ് പുറം ലോകം അറിയുന്നത്. ഇതിൽ 2011 സെപ്റ്റംബറിൽ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിനാണ് കോടതിയിൽ ആദ്യം വിധി വരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേസ് ഏറെ കോളിളക്കമുണ്ടാക്കിയതാണ്. IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേസിലെ ഏക പ്രതി. അപകട സ്ഥലത്ത് തന്നെ ശ്രീറാം വെങ്കിട്ടരാമനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പല തടസ്സങ്ങൾക്കൊടുവിൽ 6 വർഷത്തിനു ശേഷം കേസിൽ വിചാരണ തുടങ്ങി. ആദ്യ ദിനം 1ാം സാക്ഷിയാണ് വിസ്തരിച്ചത്. സാക്ഷി വിസ്താരം നടക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർവികാരനായി നിൽക്കുകയായിരുന്നു പ്രതി ശ്രീറാം. അതേസമയം പ്രതിക്കായി മുതിർന്ന അഭിഭാഷകൻ K. രാമൻപിള്ള ഹാജരായി. രാമൻപിള്ളയ്ക്ക് എത്താനുള്ള സൗകര്യം പരിഗണിച്ച് നേരത്തെ കേസിൽ കോടതി മാറ്റം അനുവദിച്ചിരുന്നു. സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ തുടങ്ങിയത്. പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരായി. എന്നാൽ പ്രതിക്കായി മുതിർന്ന അഭിഭാഷകൻ K. രാമൻപിള്ള ഹാജരായില്ല. അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ ആരംഭിക്കേണ്ടിയിരുന്ന കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായ K. രാമൻപിള്ളയ്ക്ക് മുട്ടുവേദന കാരണം ഗോവണി കയറാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മാറ്റം ആവശ്യപ്പെട്ട് 2025 ജനുവരി 22-ന് തടസ്സ ഹർജി നൽകിയിരുന്നു. ഇത് പരിഗണിച്ച് കോടതി മാറ്റം അനുവദിക്കുകയും ആ വർഷം ജനുവരി
29 താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കോടതിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറുകയും ചെയ്തു. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് വിചാരണ ആരംഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ സിറാജ് ഡയറക്ടർ എ സൈഫുദ്ദീൻ ഹാജിയെ വിസ്തരിച്ചു. പ്രതിഭാഗം സമയം തേടിയതിനാൽ ക്രോസ് വിസ്താരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശ്രീരാം വെങ്കിട്ടരാമൻ സുഹൃത്തും കാർ ഉടമയുമായ വഫ ഫിറോസിനെ ഒപ്പമിരുത്തി അമിതവേഗത്തിൽ കാർ ഓടിച്ചു വന്ന് ബഷീറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്നും ഇടിയുടെ ആഘാതം ഇപ്പോഴും പബ്ലിക് ഓഫീസിന് മുൻവശം രാജഭരണകാലത്ത് സ്ഥാപിച്ച വഴിക്കല്ലിലും സമീപത്തെ വൻമരത്തിലുമുണ്ടെന്നും സാക്ഷി മൊഴി നൽകി. ഇതെല്ലാം പറയുമ്പോൾ സമീപത്തെ പ്രതിക്കൂട്ടിൽ നിർവികാരനായാണ് പ്രതി ശ്രീരാം വെങ്കിട്ടരാമൻ നിന്നത്. തിരുവനന്തപുരം 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആർ സുധാകാന്തിന് മുൻപാകെയാണ് വിചാരണ. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിയോടടുത്താണ് സംഭവം നടന്നതെന്നും സാക്ഷി മൊഴി നൽകി. അപകടത്തിൽ ബഷീറിന്റെ ഹോണ്ട ബൈക്ക് പൂർണ്ണമായും തകർന്നെന്നും തുടർന്ന് ബഷീറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിക്കും മുൻപേ മരണം സംഭവിച്ചതായും മൊഴിയിൽ പറയുന്നു. എഫ്ഐആറും പ്രഥമ വിവരമൊഴിയും പ്രോസിക്യൂഷൻ ഭാഗം 1ാം രേഖയായി കോടതി തെളിവിൽ സ്വീകരിച്ചു. കേസിലെ 2ാം സാക്ഷിയും ദൃക്സാക്ഷിയുമായയാൾ വിദേശത്തായതിനാൽ ഹാജരായില്ല. 3 സാക്ഷികൾ തിങ്കളാഴ്ച ഹാജരാകാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. വന്യമൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ക്രൂരത കാട്ടുന്ന ചില മനുഷ്യരുണ്ട്. മനുഷ്യമൃഗമെന്ന് വേണം അത്തരക്കാരെ വിശേഷിപ്പിക്കാൻ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വളർത്തുനായിയോട് സമാനതകളില്ലാത്ത ക്രൂരത കാട്ടിയ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ആറ്റിങ്ങൽ കാട്ടുംപുറത്താണ് കാറിലെത്തിച്ച നായയെ വഴിയിൽ ഉപേക്ഷിച്ച ശേഷം അതേ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. ആറ്റിങ്ങൽ കാട്ടുംപുറം അട്ടക്കുളത്തിന് സമീപം നായയുമായി എത്തിയ കാർ റോഡരികിൽ നിർത്തിയ ശേഷം ഡോർ തുറന്ന് നായയെ പുറത്ത് ഇറക്കിവിടുകയായിരുന്നു. തുടർന്ന് കാർ തിരിച്ചു പോകാൻ ശ്രമിച്ചപ്പോൾ നായ വാഹനത്തിന് പിന്നാലെ ഓടി. ഈ സമയം കാർ മനഃപൂർവ്വം പിന്നോട്ടെടുത്ത് നായയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നായയുടെ ദേഹത്തുകൂടി പലതവണ വാഹനം കയറ്റിയിറക്കിയതായാണ് സംശയിക്കുന്നത്. സംഭവ സമയത്ത് ബൈക്കിൽ വരികയായിരുന്ന യുവാക്കളാണ് ഈ ദാരുണ സംഭവം നേരിൽ കണ്ടത്. ഇവർ ബഹളം വെച്ച് കാർ തടയാൻ ശ്രമിച്ചുവെങ്കിലും വാഹനം നിർത്താതെ വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. ഒരു സ്വിഫ്റ്റ് കാറിൽ വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്ന ആള് പട്ടിയെടുത്തങ്ങ് എറിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി നമ്മളവിടുന്ന് വിളിച്ച് പട്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇമാര് പേടിച്ചിട്ട് ഈ ഡോറ് അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോയപ്പോൾ ഈ പട്ടി പിറകെ ഓടിയന്മാരാ. അപ്പോഴത്തേക്കും ഒരു വണ്ടി പട്ടിയെ കയറ്റി ഇറക്കി അങ്ങ് പോയി. തുടർന്ന് നാട്ടുകാർ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാറിൽ കൊണ്ടുവന്ന് ഇറക്കിവിട്ട നായയെ തന്നെയാണ് വാഹനം കയറ്റി കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായത്. സംഭവത്തിന് പിന്നിലെ ദുരൂഹത തുടരുകയാണ്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുട്ടികളാകുമ്പോൾ സ്കൂളിലും കളിസ്ഥലത്തുമൊക്കെ ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൽ മുതിർന്നവർ ഇടപെട്ടാലോ സ്വാഭാവികമായും ആ പ്രശ്നം ചിലപ്പോൾ കൈവിട്ടു പോകാം. മലപ്പുറം വളാഞ്ചേരിയിൽ അതാണ് സംഭവിച്ചത്. സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് 16-കാരനെ തടഞ്ഞു നിർത്തി ഇരുമ്പ് ദണ്ടുപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചതായി പരാതി. മലപ്പുറം വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് സിനാൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ആക്രമണം. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഓട്ടോ ഡ്രൈവറായ വലിയകുന്ന് സ്വദേശി സമീറിനെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ മുഖത്ത് പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയുടെ മകൻ പഠിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന.
മലപ്പുറം വളാഞ്ചേരിയിലാണ് 16 വയസ്സുകാരന് നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. വളാഞ്ചേരി വലിയകുന്ന് സ്വദേശിയായ സമീറിനെതിരെയാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത്. ആക്രമണത്തിൽ മുഖത്ത് പരിക്കേറ്റ വലിയകുന്ന് സ്വദേശി മുഹമ്മദ് സിനാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:45 വലിയകുന്നിലെ മുന്നാസ് മഡ് ടർഫിന് സമീപത്താണ് സംഭവം. കുടുംബ സുഹൃത്ത് ആഷിഖിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിനാനെ സമീർ ഓട്ടോയിലെത്തി തടഞ്ഞു നിർത്തിയെന്നാണ് പരാതി. തുടർന്ന് ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. 2-3 ദിവസം മുന്നേ വേറൊരു ചെക്കനായിട്ട് പ്രശ്നമായിരുന്നു. അത് ഞാനേന്നില്ല, വേറെ ഒരുത്തനായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് ആ ചെക്കനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് അടിയുണ്ടേ. അപ്പോൾ ആ ചെക്കൻ്റെ ഒപ്പം ഞാൻ ഉണ്ടായതുകൊണ്ട് ഇന്നിട്ടടിച്ചതാണ്. കഴുത്തിന് നല്ല വേദന ഉണ്ട്, കൈ സ്ക്രാച്ച് ഉണ്ട്, കഴുത്തിൽ കൂടെ വെള്ളം നിറക്കാൻ വയ്ക്കണമെന്നില്ല, ഈ കൈ നനക്കാൻ വയ്ക്കണില്ല, ഇവിടെ മുറിയായിട്ട്. കമ്പി പിന്നെ ഒരു ഇടിവള പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കമ്പി കൊണ്ട് തലക്കടിച്ചപ്പോൾ അവിടെ വീണ്, പിന്നെ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. അപ്പോൾ അവിടെ ഇട്ട് നെഞ്ഞിനൊക്കെ ചവിട്ടി. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ജൂനിയർ സീനിയർ സംഘർഷത്തെ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. പ്രതിയുടെ മകൻ ഉൾപ്പെട്ട സ്കൂൾ സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ സിനാൻ സഹായിച്ചതിലുള്ള വിരോധമാണ് സംഭവത്തിന് കാരണമായത് എന്നും ആരോപണമുണ്ട്. സിനാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഒരു മിനിറ്റ് കറണ്ട് പോയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ. വൈദ്യുതി വിതരണം നിലച്ചാൽ അത് പുനഃസ്ഥാപിക്കാൻ മഴക്കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നവരാണ് KSEB ജീവനക്കാരെന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും പലപ്പോഴും മറക്കുന്നു. കൊല്ലത്ത് ശക്തമായ മഴയെ തുടർന്ന് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി അറ്റകുറ്റപ്പണിക്കെത്തിയ KSEB ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. KSEBയുടെ പരാതിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. അയത്തിൽ പുത്തൻചന്ത ഭാഗത്തേക്ക് KSEB സംഘം എത്തിയപ്പോഴാണ് സംഭവം. അയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ F രാജേഷിനെ ആക്രമിച്ചതായാണ് പരാതി. റോഡിന് കുറുകെ ബൈക്ക് നിർത്തി KSEB വാഹനം തടഞ്ഞ ശേഷം വാഹനത്തിൽ അടിക്കുകയും തുടർന്ന് ഡോറിലൂടെ കൈയിട്ട് രാജേഷിന്റെ മുഖത്ത് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അക്രമത്തിൽ പരിക്കേറ്റ രാജേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങൾ മാരുതി വാനിലായിരുന്നു അങ്ങോട്ട് പോയത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പേര് ബൈക്കിൽ വന്നു ഞങ്ങൾ അസഭ്യം പറയുകയും ട്രാൻസ്ഫർ ഫീസ് അങ്ങോട്ട് മാത്രം ചാർജ് ചെയ്ത് ഇങ്ങോട്ട് ചാർജ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ ട്രാൻസ്ഫർ ഫീസ് അല്ല പോയിരിക്കുന്നത്, 11K ലൈൻ മരം വീണിട്ട് ഫാൾട്ടായിരിക്കുകയാണ്, അത് നോക്കാനായിട്ട് പോവുകയാണ്, ഉടനെ സപ്ലൈ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് കേൾക്കാതെ വണ്ടി ഞങ്ങളുടെ വാനിൻ്റെ മുമ്പിൽ ബൈക്ക് ഓടിച്ചു കൊണ്ടുവന്ന് ക്ലോസ് ചെയ്ത് നിർത്തുകയും സൈഡ് ഡോർ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ബാക്ക് സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. എന്നെ ഒന്ന് അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല, വീണ്ടും ആവർത്തിച്ച് അടിക്കാൻ ശ്രമിച്ചു. ഞാൻ വണ്ടിക്ക് പുറത്തിറങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിളികൊല്ലൂർ ഷഫീഖാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് അയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് കറണ്ട് പോയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണമെന്ന് രാജേഷിന്റെ പരാതിയിൽ പറയുന്നു. ഷഫീഖിനും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് വടകരയിൽ 3 അധ്യാപികമാർ ലഹരിക്കേസിൽ പ്രതികളായത് സാക്ഷര കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. എങ്ങനെയാണ് കാവ്യയും കീർത്തനയും നീഷ്മയും ലഹരിക്കണിയിൽ വീണതെന്ന ചോദ്യം പലരും ഉയർത്തി. ഒടുവിൽ അന്വേഷണം എത്തിയത് മുഖ്യ സൂത്രധാരനായ ഷിൻഡോയിലേക്കാണ്. കേസിൽ മുഖ്യപ്രതി ഷിൻഡോ ഷിബുവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി കർണാടകയിലേക്ക് കടന്നു കളഞ്ഞെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന കീർത്തന കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്.
BRC അധ്യാപികമാരടക്കം പ്രതികളായ വടകര ലഹരിക്കടത്ത് കേസിൽ ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിലൂടെ ലഹരിമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. പിടിയിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ കോൾ രേഖകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനകം ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം വിശകലനം ചെയ്തത്. ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ATM-കൾ വഴി പണം പിൻവലിച്ചവരെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചു. ATM കൗണ്ടറുകളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ അന്വേഷണ സംഘം ബാങ്കുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പണം പിൻവലിച്ചതായി കണ്ടെത്തുന്നവരും കേസിൽ പ്രതികളാകും. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനായി അടുത്ത ദിവസം അപേക്ഷ നൽകും. കേസിലെ ഏറ്റവും നിർണായക കണ്ടെത്തൽ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടതാണ്. അധ്യാപികമാരിൽ നിന്നും മറ്റ് ഏജന്റുമാരിൽ നിന്നും സമാഹരിച്ച ലഹരിപ്പണം മുഴുവൻ വയനാട് സ്വദേശിയായ മൊത്തവിതരണക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് പോലീസിന് വ്യക്തമായി. പിടിയിലായ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസ് QR കോഡ് വഴി കോടിക്കണക്കിന് രൂപ കൈമാറിയത് ഈ വയനാട് സ്വദേശി നിർദ്ദേശിച്ച വ്യക്തിക്കാണ്. വെറും 6 മാസം കൊണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടാണ് ജിജിലിന്റെ അക്കൗണ്ട് വഴി നടന്നത്. ഒളിവിലുള്ള വയനാട് സ്വദേശിക്കായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വലവീശി കഴിഞ്ഞു. ഇയാൾ പിടിയിലാകുന്നതോടെ കേസിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെടെ വനസംഘം പ്രതികളാകുമെന്നാണ് സൂചന. കേസിൽ പ്രതിയായ പേരാമ്പ്ര BRC മുൻ അധ്യാപിക കീർത്തന വടകര NDPS കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഹർജി കോടതി ഓഗസ്റ്റ് 3 പരിഗണിക്കും. ന്യൂസ് 18 കോഴിക്കോട്. പരാതി പറയാനെത്തുന്നവരോട് പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയോടെ പെരുമാറണമെന്ന് പല സർക്കുലറുകളും നിലവിലുണ്ട്. എന്നാൽ കാക്കിയിട്ട ചിലർ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന തരത്തിലാണ് അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്നത്. പാലക്കാട് പത്തിരിപ്പാലയിൽ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ പരാതി പറയാനെത്തിയ അമ്മയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ധാർഷ്ട്യത്തോടെ പെരുമാറിയെന്ന് പരാതി. പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന പത്തിരിപ്പാലം സ്വദേശിയായ 19-കാരൻ അബൂ താഹിറിന്റെ മാതാവാണ് പോലീസിനെതിരെ ഗുരുതര പരാതിയുമായി രംഗത്തെത്തിയത്. അതേസമയം അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും തുടരെ ഫോൺ വിളിച്ചതുകൊണ്ടാണ് പരാതി രേഖാമൂലം എഴുതിത്തരാൻ നിർദ്ദേശിച്ചതെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ജൂലൈ 20 രാത്രി 7 മണിക്ക് പത്തിരിപ്പാല 14-ാം മൈലിൽ വച്ചായിരുന്നു അബൂ താഹിറും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ നിന്ന് വന്ന കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. അപകടത്തിൽ അബൂ താഹിറിന് ഗുരുതര പരിക്കേറ്റു. 5ഓളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന യുവാവിന്റെ മാതാവ് നസീമ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്നതായിരുന്നു. അപകടം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താത്തതിനെ തുടർന്നായിരുന്നു ഇവർ പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയത്. പരാതിക്കാരിൽ നിന്ന് വ്യക്തമായി മൊഴിയെടുക്കാതെ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായും ശേഷം ഇടിച്ച കാറുകാരന് അനുകൂലമായി പോലീസ് കേസെടുത്തതായുമാണ് നസീമ ആരോപിക്കുന്നത്. ഇക്കാര്യം പറയാൻ വീണ്ടും ഇൻസ്പെക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ധാർഷ്ട്യത്തോടെ പെരുമാറിയതായും ഇവർ ആരോപിച്ചു. ഇതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇവിടുന്ന് ഒരു അന്വേഷണമായിട്ട് വന്നിട്ടില്ല, മോൻ ഇങ്ങനത്തെ സ്റ്റേജാണ്, ഒരുപാട് പ്രശ്നങ്ങളാണ്, 2 തുടടി മേലെ മുതൽ കഴുത്തിന് കീപ്പിട്ട് വരെ ഫുൾ പ്രശ്നമാണ്, ഡാമേജ് ആണ്, ഇത്ര പ്രശ്നം പരിക്കുകളുമാണ്, ഇപ്പൊ 4 സർജറി കഴിഞ്ഞു. അല്ല സാറേ പോലീസ് അല്ല, ഞാൻ സാറ് ഒരു സെക്കൻഡ് ഞാൻ പറയണമെന്ന് കേൾക്കണം. ഞാൻ എനിക്ക് സുഹൃത്തെ എനിക്ക് വേറെ സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് എഴുതി തരും. ആ സാറ് ഫോൺ എടുത്തു. അപ്പൊ ഞാൻ അബൂതായറിന്റെ ഉമ്മയാണ് സാർ, ആക്സിഡന്റ് കാറ് വന്ന് ഇടിച്ച അബൂതായറിന്റെ ഉമ്മയാണ്. എൻ്റെ മോൻ 10 ദിവസങ്ങളായിട്ട് ഇപ്പോൾ ICUവിലാണ്, വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിലിടക്ക് നിങ്ങൾ ആരാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അബൂതായറിൻ്റെ ഉമ്മയാണ് നെല്ലിക്കുറിശ്ശിയിൽ. അപ്പം നിങ്ങളുടെ മോൻ ആരാണ്, പഞ്ചായത്ത് മെമ്പറാണോ, നിങ്ങളുടെ മകൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ വളരെ തിരക്കിലാണ്, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ മറുപടി തരാനോ എനിക്ക് സൗകര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാൽ വന്ന് പരാതി കൊടുക്ക് എന്ന് എന്നെ പറഞ്ഞു, അപമാനിച്ചു.
പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഇവർ ഒറ്റപ്പാലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ഒടുവിൽ സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി. പരാതിക്കാരിയോട് ധാർഷ്ട്യത്തോടെ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും നസീമ പറഞ്ഞു. അതേസമയം അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും പ്രാഥമിക വിവരങ്ങൾ വെച്ചാണ് FIR തയ്യാറാക്കിയതെന്നും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂവെന്നും ഒറ്റപ്പാലം CI അറിയിച്ചു. തുടരെ ഫോണിൽ വിളിച്ചതിനാലാണ് പരാതി രേഖാമൂലം എഴുതിത്തരാൻ ഇവരോട് നിർദ്ദേശിച്ചതെന്നും CI പറയുന്നു. ന്യൂസ് 18 പട്ടാമ്പി. തട്ടിപ്പുകാർ ഇക്കാലത്ത് പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ്. നല്ല വസ്ത്രം ധരിച്ച് അധികാരഭാവത്തിലെത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു വിരുദ്ധനുണ്ട് മലപ്പുറത്ത്. കടകളിൽ കയറി ചെന്ന് ഉടമയുടെ പരിചയക്കാരനാണെന്ന് വിശ്വസിപ്പിച്ച് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയ ഒരു സംഭവത്തിലേക്കാണ്. വളാഞ്ചേരി, കൽപ്പകഞ്ചേരി എന്നിവിടങ്ങളിലെ കടകളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. ഒരു കടയിലെ ജീവനക്കാരൻ്റെ ബൈക്കും മോഷ്ടിച്ചു. സംഭവത്തിൽ വ്യാപാരികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളാഞ്ചേരിയിലും പരിസരങ്ങളിലുമായി 1-ലധികം സ്ഥാപനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത്. അധികാരഭാവത്തിൽ കടയിലെത്തി ഉടമയുടെ പരിചയക്കാരനാണെന്ന് വിശ്വസിപ്പിച്ച ശേഷം ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങുന്നതാണ് രീതി. വളാഞ്ചേരിയിലെ 2 സ്ഥാപനങ്ങളിലെത്തി സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി. കൽപ്പകഞ്ചേരിയിലെ ഒരു കടയിലും യുവാവ് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് കടിങ്ങാത്തുകുണ്ടിലെ ബ്രൈഡൽ ഹബ് എന്ന സ്ഥാപനത്തിലെത്തി ഇതേ രീതിയിൽ ഉടമയുടെ സുഹൃത്ത് ചമഞ്ഞ് ജീവനക്കാരന്റെ ബൈക്കും തട്ടിയെടുത്തു. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച യുവാവാണ് തട്ടിപ്പ് നടത്തുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ബൈക്കിലെത്തി ജീവനക്കാരോട് ഉടമയുടെ സുഹൃത്താണെന്നും ഉടമ പറഞ്ഞിട്ട് വരികയാണെന്നും വിശ്വസിപ്പിച്ച ശേഷം പണം ആവശ്യപ്പെടും. കടിങ്ങാത്തുകുണ്ടിൽ നിന്ന് ഇതേ രീതിയിൽ തട്ടിയെടുത്ത ബൈക്കാണ് ഇയാൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് കരുതുന്നു. വ്യാപാരികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കള്ളന്മാർക്കും ഗുണമേന്മ കൂടിയ ഏലക്ക മതി. ഇടുക്കി നെടുങ്കണ്ടത്ത് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മോഷ്ടാവ് ഏലക്ക കടത്താൻ ശ്രമിച്ചത് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷമാണ്. കടയ്ക്കുള്ളിൽ ഗ്രേഡ് തിരിച്ചു വെച്ചിരുന്ന ഏറ്റവും വിലയേറിയ ഏലക്ക ഏതെന്ന് വിലയിരുത്തിയ ശേഷമായിരുന്നു മോഷണം. എന്നാൽ നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം മോഷ്ടാവിന് ഏലക്ക കടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതേസമയം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ നഷ്ടമായിട്ടുണ്ട്. നെടുങ്കണ്ടം ചക്കക്കാനത്ത് പ്രവർത്തിക്കുന്ന പൊന്നൂസ് കാർഡമം ട്രേഡിംഗ് സെന്ററിലാണ് പുലർച്ചെ മോഷണം നടന്നത്. മേഖലയിലെ ട്രാൻസ്ഫോർമർ ഓഫ് ചെയ്ത ശേഷമാണ് മോഷ്ടാവ് സ്ഥാപനത്തിനടുത്തെത്തിയത്. കെട്ടിടത്തിന് മുൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന CCTVകളിൽ മുഖം പതിയാതിരിക്കാൻ ഇവ മുകളിലേക്ക് തിരിച്ചുവെച്ച ശേഷമാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. കടയ്ക്കുള്ളിൽ ഗ്രേഡ് തിരിച്ചുവെച്ചിരുന്ന ഏറ്റവും വിലയേറിയ ഏലക്ക ഏതെന്ന് വിലയിരുത്തിയ ശേഷമായിരുന്നു മോഷണം.
സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന 50,000-ഓളം രൂപയും ഗ്രേഡ് ചെയ്ത് തിരിച്ച് 3 ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന ഏലക്കയും മോഷ്ടാവ് പുറത്തെത്തിച്ചു. ഈ സമയം കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന വീട്ടമ്മ ശബ്ദം കേട്ട് ഉണരുകയും വിവരം ഉടമയെ അറിയിക്കുകയുമായിരുന്നു. ഏലക്ക നിറച്ച ചാക്കുകൾ ചുമന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികൾ വിവരം അറിഞ്ഞതായി മനസ്സിലാക്കിയ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും മേഖലയിലെ മറ്റൊരു കെട്ടിടത്തിന് സമീപത്ത് നിന്ന് 2 ചാക്ക് ഏലക്ക കണ്ടെടുക്കുകയും ചെയ്തു. മോഷണം നടന്ന കടയുടെ മുൻപിൽ നിന്നും 1 ചാക്ക് ഏലക്കായും തിരികെ ലഭിച്ചു. സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നിടത്തെ ഷട്ടർ കൃത്യമായി മനസ്സിലാക്കി ഈ ഷട്ടറിന്റെ പൂട്ട് മാത്രമാണ് തകർത്തത്. ബാക്കിയുള്ള ഷട്ടറുകളോട് ചേർന്ന് ഏലക്ക നിറച്ച ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നതിനാൽ അകത്ത് പ്രവേശിക്കാനാവില്ല. സ്ഥാപനത്തിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മോഷണം നടത്തി പുറത്തിറങ്ങിയിരുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. മുകൾ നിലയിൽ താമസിക്കുന്ന വീട്ടമ്മയുടെ അവസരോചിത ഇടപെടൽ മൂലം സ്ഥാപന ഉടമയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഒഴിവായത്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. MDMA കേസിൽ പ്രതികളായ അധ്യാപകർ എന്ന പേരിൽ ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് മനീഷ രാധാകൃഷ്ണനും സുഹൃത്തുക്കൾക്കുമെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിന് കേസ്. BJP നേതാവ് ശശികലയടക്കം 16 പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങി. മണ്ണൂർ പത്തിരിപ്പാല സ്വദേശി അബ്ദുൾ സലാമിനെ പാലക്കാട് കോടതി റിമാൻഡ് ചെയ്തു. ഡ്രൈഡേ ദിനത്തിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 33 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും ബീറുമായി ഒരാൾ വയനാട്ടിൽ പിടിയിൽ. സുൽത്താൻ ബത്തേരി ഇരുളം സ്വദേശി ഷൺമുഖദാസിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിൽ 28 ലിറ്റർ വിദേശമദ്യവുമായി യുവാവ് പിടിയിലായി. നടവയൽ സ്വദേശി ജോർജ് തോമസാണ് അറസ്റ്റിലായത്. നമ്മുടെ സമൂഹത്തിൽ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ചില ആളുകളെ കാണാറില്ല. പുറമെ മാന്യന്മാരെന്ന് നടിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരായി അഭിനയിക്കും, നേരിൽ കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുകയും പിന്നിൽ നിന്ന് ചതിക്കുകയും ചെയ്യുന്നവർ. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വലിയ സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണ് പലരും ഇങ്ങനെയുള്ള വേഷം കെട്ടുന്നത്. എന്നാൽ അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ചില മനുഷ്യരില്ലേ, എന്നെങ്കിലും അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുമെന്നതാണ് യാഥാർത്ഥ്യം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.